Hi friends, welcome back to Creative Views. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി ഡ്രിപ്പിംഗ് വീഡിയോ ആണ്. അതിനകത്ത് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാരിയുടെ എൻ്റെ ഭാഗം സാരി പാവാടയിൽ ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക റൈറ്റ് ഭാഗത്തായിട്ട്. അപ്പോൾ ഇതിനകത്ത് സാരി പാവാടയിൽ എൻഡിൽ കെട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മളിതുപോലെ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് കറങ്ങി വരുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് തട്ടാതെ, അതായത് സാരി ഒന്നും നടക്കുമ്പോൾ തട്ടില്ല. ഇതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ സാരി ചുറ്റിയെടുക്കുന്നതിനേക്കാൾ നമ്മൾ തന്നെ ഒന്ന് കറങ്ങി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മുന്താണി ഭാഗം മുകളിലോട്ട് ഇടും. അപ്പോൾ ഞാൻ ആദ്യം താഴത്തെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷമാണ് മുന്താണി ഭാഗത്തുള്ള മുകളിലുള്ള പ്ലീറ്റ്സ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പിന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിൽക്ക് സാരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു എളുപ്പമാണ് ഇത് കൊടുക്കാനായിട്ട്. ഇതുപോലെ സെക്യൂർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾക്ക് പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ ഈ സാരിയിൽ എനിക്ക് ഒരു 8 പ്ലീറ്റ്സോളം 8 ഞൊറിവുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഞാൻ സാരി ബ്ലൗസ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ്സാണ് താഴോട്ടുള്ള സാരിയുടെ താഴെ ഭാഗത്തോട്ടുള്ള പ്ലീറ്റ്സ് ഞാൻ അപ്പോൾ സാരിയുടെ എന്താ പറയുക, ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 പ്ലീറ്റ്സൊക്കെയാണ് മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 പ്ലീറ്റ്സൊക്കെ ചെറുതായിരിക്കും കിട്ടുക. അപ്പോൾ കുറേ പ്ലീറ്റ്സ് വേണമെന്നുള്ളവർ സാരി ബ്ലൗസിന് കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സിൽക്ക് സാരിയുടെ പ്രത്യേകത കണ്ടില്ലേ, നമ്മൾ മുകളിൽ ഞെറിവെടുത്തപ്പോൾ തന്നെ അതുപോലെ തന്നെ ഭംഗിയായിട്ട് താഴെ വരെ എത്തി. ഇനി ആ ലാസ്റ്റത്തെ ഞൊറിവും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ഒരു ചെറിയൊരു ഞൊറിവും കൂടി അതിൻ്റെ അടുത്ത ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ഈ പിന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ട് ആ സാരി ഒന്ന് ഇതുപോലെ കറക്കിയിട്ട് മുകളിൽ നമ്മുടെ സാരി പാവാടയുടെ കൂടെ തന്നെ ടക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈഡിൽ ഇതുപോലെ ഞൊറിവുകൾ കാണുന്നുണ്ടല്ലേ, അതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ എടുത്ത പ്ലീറ്റ്സിൻ്റെ ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് നീങ്ങിയായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊന്ന് ഭംഗിയായിട്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടി ആദ്യത്തെ പ്ലീറ്റ് മാത്രം ഒന്ന് എടുത്തിട്ട് എല്ലാ ഞെറിവും ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാരിയുടെ പ്ലീറ്റ്സ്, താഴോട്ടുള്ള പ്ലീറ്റ്സ് ഞൊറിവുകൾ ഞാൻ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയെടുക്കുന്നില്ല. പകരം ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്താലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയുടെ ഈ ഞൊറിവുകൾ, താഴോട്ടുള്ള ഞൊറിവുകൾ വിടർന്നിരിക്കും, കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വന്നാൽ. അപ്പം നമ്മുടെ പ്ലീറ്റ്സ് കൃത്യമായിട്ട് വൃത്തിയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഈ വിരൽ വെച്ചിരുന്നില്ലേ, അതുപോലെ അങ്ങനെ വെച്ചിട്ട് നമ്മുടെ സാരി പ്ലീറ്റ്സ് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടിരിക്കുന്നുണ്ടെന്ന്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമ്മൾ ആ ഞെറിവുകൾ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഞെറിവുകൾ മാത്രമായിട്ട് വേണമെങ്കിൽ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കൂടെയും കുത്തി കൊടുക്കാം. കാരണം ആ ഭാഗം എന്തായാലും കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ആ സേഫ്റ്റി പിന്നെ കാണില്ല. അപ്പോൾ ധൈര്യമായിട്ട് അങ്ങനെ കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ സാരിയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മേളിലോട്ടുള്ള പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുന്താണിയുടെ ഭാഗത്തുള്ള പ്ലീറ്റ്സ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 7 പ്ലീറ്റ്സോളം ഞാൻ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 or 5 പ്ലീറ്റ്സൊക്കെ ആണെങ്കിലും ഭംഗിയായിരിക്കും. പക്ഷേ ഞാനിവിടെ 7 പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ണം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ 7-9 പ്ലീറ്റ്സൊക്കെ ഭംഗിയായിരിക്കും. അപ്പോൾ 7 പ്ലീറ്റ്സൊക്കെ എടുത്താണെങ്കിൽ നല്ല പെർഫെക്ഷൻ കിട്ടും സാരി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മുകളിലത്തെ പ്ലീറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സിൽക്ക് സാരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് പ്ലീറ്റ്സ് അയൺ ചെയ്യേണ്ട, അതായത് പ്രീ പ്ലീറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഉടുക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് സാരി എടുക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് മുന്നേ തന്നെ അയൺ ചെയ്ത് പ്ലീറ്റ് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ മേലോട്ട് ഇട്ടിട്ട് നമ്മളൊരു പിന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാരി ഉടുക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ മേളിലത്തെ പ്ലീറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
പെട്ടെന്ന് ഉടുത്ത് കഴിഞ്ഞു അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. സിൽക്ക് സാരി ആകുമ്പോൾ നമുക്ക് വേഗം ഉടുത്ത് കഴിയാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ആരും സഹായമൊന്നും വേണ്ട, നമുക്ക് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ സാരി. നമുക്ക് ഞൊറിയൊന്നും പിടിച്ചു തരേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഇതാണ് ലാസ്റ്റായിട്ടുള്ള വീഡിയോ. അതായത് ഇതാണ് ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരാണെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ബട്ടൺ അമർത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ അതിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.